കുറ്റൂരിൽ മിന്നൽ ചുഴലിയിൽ വീടിന്റെ ട്രസ് പറന്നുപോയി. തെങ്ങുകൾ കടപുഴകി, ആർക്കും പരിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോലഴി പഞ്ചായത്തിലെ കുറ്റൂരിൽ തവളക്കുളം ഭാഗത്താണ്. ഇവിടെ ചിറ്റത്തപ്പറമ്പിൽ ഗോപാലൻ എന്ന ആളുടെ വീടിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രി 10:45 കൂടി ഈ ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മിന്നൽ ചുഴലി ഉണ്ടായി. വീടിൻ്റെ മുകളിലെ ട്രസ് മുഴുവൻ ഒറ്റയടിക്ക് പറന്ന് ഒരു ഏകദേശം 50 മീറ്ററോളം അപ്പുറത്ത് പറമ്പിൽ വീഴുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ 2 തെങ്ങുകൾ കടപുഴങ്ങുകയും ഒരു തെങ്ങിൻ്റെ തല മുറിഞ്ഞു വീഴുകയും ഉണ്ടായി. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഗോപാലൻ്റെ മകൻ അജീഷ് ഇവിടെയുണ്ട്. അജീഷിനോട് ചോദിക്കാം. ഇന്നലെ എപ്പോഴാണ് ഉണ്ടായത്? ഇന്നലെ ഒരു രാത്രി 10:45 കൂടിയിട്ടാണ് ഉണ്ടായത്. ഞങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു TV-യിൽ. പെട്ടെന്ന് മഴ പെയ്തു. അതിൻ്റെ പിന്നാലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വന്നു. ആകെ ഒരു സൗണ്ടോട് കൂടിയിട്ട് ആകെ പരിഭ്രാന്തിയായി. ഞങ്ങൾ കുട്ടികളൊക്കെ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് വന്നു. പിന്നെ നോക്കിയപ്പോൾ അത് കാറ്റ് അത് പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്തു. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആകെ വീടിൻ്റെ മുകളിലൊന്നും കാണാനില്ല. ഡ്രസ്സൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ മറിഞ്ഞു പോയി. സംഭവത്തിൽ വേറെ മൃഗങ്ങൾക്കോ നിങ്ങൾ വളർത്തു മൃഗങ്ങൾക്കോ ഒന്നും പരിക്കൊന്നുമില്ലല്ലോ? പരിക്കാർക്കും പറ്റിയിട്ടില്ല. മൃഗങ്ങൾക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. ഏകദേശം എത്ര നഷ്ടം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? നഷ്ടം ഒരു 8 ലക്ഷത്തോളം രൂപ നഷ്ടം ഉണ്ടാവും. ഗോപാലയുടെ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം ആ സംഭവത്തെ പറ്റി പറയുന്നു. രാത്രി ഒരു 10:45 എന്നുള്ള നിലയ്ക്ക് കാറ്റ് വന്നു. പെട്ടെന്ന് ശബ്ദം ഉണ്ടായി. അത് കഴിഞ്ഞ് പെട്ടപ്പെട്ട എന്നുള്ള ശബ്ദം കേട്ടു. പിന്നെ അത് നിൽക്കുകയും ചെയ്തു പെട്ടെന്ന്. അപ്പോൾ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ പറന്നുപോയി. തേക്കിൻ്റെ ഒരു തല അടിച്ചു പോയി. തെങ്ങുകൾ നശിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ഈ ശോഭ സിറ്റി പ്രദേശത്ത് പെട്ടെന്നുണ്ടായ ഒരു ചുഴലി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര അപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റ് നാശനഷ്ടങ്ങളില്ലാത്തത് വളരെ ഭാഗ്യമായി പോയി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇനി വല്ല നഷ്ടപരിഹാരം അങ്ങനെ വല്ലതും കൊടുക്കാൻ നമുക്ക് വല്ല മാർഗങ്ങളുണ്ട്? അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൂടി ആലോചിച്ച് അതിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അതിൻ്റെ നഷ്ടത്തിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വില്ലേജ് ഓഫീസർ മുഖേനയുള്ള ഒരു റിപ്പോർട്ട് താലൂക്കിലേക്ക് കൊടുക്കും. അതിനുശേഷമുള്ള സാഹചര്യം വിലയിരുത്തിയിട്ടായിരിക്കും നഷ്ടപരിഹാരത്തിൻ്റെ വ്യാപ്തി നമ്മൾ കണക്കാക്കുക. തവളക്കുളം ചിറ്റത്തുപറമ്പിൽ ഗോപാലൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.